ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഷെക്കേന ന്യൂസിലൂടെ തുറന്നുള്ള 10 ദിനങ്ങളിൽ കർത്താവിൻ്റെ വചനം എന്ന പേരിൽ ശുശ്രൂഷ കർത്താവ് നമുക്ക് തരികയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധി നമ്മൾക്കായിരിക്കാം. നമ്മളായിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ദൈവവചനത്തിൻ്റെ ശക്തിയും പരിശുദ്ധ വചനത്തിൻ്റെ ആവശ്യകതയും തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ വചനത്തിലേക്ക് വേരൂന്നി കാലത്തിൻ്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് കർത്താവിനും അവിടുത്തെ സഭയ്ക്കും നമ്മൾ അനുഗ്രഹങ്ങളായി തീരുവാൻ സ്വർഗം ഒരുക്കി തന്നിരിക്കുന്ന ഈ ഒരു ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ്. സാമുവേലിന്റെ 2-ാം പുസ്തകം 22-ാം അധ്യായം 30-ാം വചനത്തിൽ പരിശുദ്ധ വചന പ്രകാരം പറയുന്നു: അങ്ങയുടെ സഹായത്താൽ സൈന്യ നിറയെ ഞാൻ ഭേദിക്കും, എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ കോട്ട ഞാൻ ചാടിക്കടക്കും. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? എൻ്റെ കർത്താവിൻ്റെ സഹായത്താൽ സൈന്യനിരയെ, ഈ സൈന്യനിര എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൈന്യനിരയല്ല, ഇത് പൈശാചികമായ സൈന്യനിരയാണ്. ദൈവജനത്തിൻ്റെ നാശം ആഗ്രഹിക്കുന്ന, കർത്താവിൻ്റെ സഭയുടെ തകർച്ചയെ ലക്ഷ്യമിടുന്ന, കുടുംബങ്ങളെ ശിഥിലീകരിക്കുവാൻ പരിശ്രമിക്കുന്ന, വ്യക്തിജീവിതങ്ങളെ ആത്മനാശത്തിലേക്ക് നയിക്കുവാനായി ആഗ്രഹിക്കുന്ന പൈശാചിക സൈന്യനിരയാണ് ഈ സൈന്യനിര. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ യുഗാന്ത സഭയിലാണ് ആയിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ പിശാച് പ്രബലപ്പെട്ടിരിക്കുന്ന ഈ നാളുകളിൽ അവൻ്റെ സൈന്യനിരയെ ഭേദിക്കണമെങ്കിൽ കർത്താവിൻ്റെ പരിശുദ്ധ വചനം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ആത്മാവിൻ്റെ വാളായ പരിശുദ്ധ വചനം മുറുകെ പിടിച്ചുകൊണ്ട് ഈ അന്ത്യ കാലഘട്ടത്തിലെ ശത്രുവിൻ്റെ പോരാട്ടങ്ങളെ അതിജീവിച്ച് മുന്നേറുവാനുള്ള ഒരു ആത്മബലമാണ് ഈ ശുശ്രൂഷ വഴി ആത്മാവ് നമുക്ക് തരുന്നത്. ഞാൻ സൈന്യനിരയെ ഭേദിക്കും എൻ്റെ കർത്താവിൻ്റെ സഹായത്താൽ. വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായം 32-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു: നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിക്കുന്നു. നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെയും ഇടയിൽ അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും. എത്ര ശക്തമായ തിരുവെഴുത്താണിത്! നിങ്ങളെ ഓരോരുത്തരെയും കർത്താവിനും കർത്താവിൻ്റെ കൃപയുടെ വചനത്തിനുമായി ഞാൻ ഭരമേൽപ്പിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം കൃപയുടെ വചനമാണ്. പരിശുദ്ധ വചനം കൃപയുടെ വചസ്സുകളാണ്. ഈ കൃപാവചനത്തിനായി നിങ്ങളെ തന്നെ ഞാൻ ഭരമേൽപ്പിക്കുന്നുവെന്ന് പൗലോസ്ലീഹയുടെ സാക്ഷ്യമാണ് നമ്മൾ വചനത്തിൽ കണ്ടത്. കർത്താവിൻ്റെ വചനത്തിനായി നമ്മുടെ ജീവിതങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് പരിശുദ്ധ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമാറ് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ തിരുമുൻപിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മളൊരു മനസ്സോടെ പ്രാർത്ഥിക്കുവാനായി പോകുകയാണ്. കർത്താവേ, പരിശുദ്ധ വചനത്തിന് അനന്ത ശക്തിയാല്, കർത്താവേ, അങ്ങയുടെ വചനത്തിന് അനന്തമായ അഭിഷേകത്താല് ഞങ്ങളെ മുദ്ര ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ തലമുറകളെ പ്രകാശിതമാക്കണമേ. ഞങ്ങളുടെ കൂട്ടായ്മകളെ ബലപ്പെടുത്തണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ. വചനത്തിന്റെ ആത്മാവായി വരണമേ. വചനത്തിന്റെ തീയായി ഞങ്ങളിൽ ജ്വലിക്കണമേ. വചനത്തിന്റെ കാറ്റായി വീശണമേ. സ്പിരിറ്റ് മൂവ്. സ്തുതിക്കുന്നു. കർത്താവിന്റെ വചനത്തിന്റെ അനന്ത ശക്തിയാലും അനന്തമായ അഭിഷേകത്താലും ഞങ്ങളെ
മുദ്ര ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവവചനത്തിന്റെ പെരുമഴ പെയ്തിറങ്ങുവാൻ, വചനത്തിന്റെ അനന്ത ശക്തി വ്യാപരിക്കുവാൻ, പരിശുദ്ധ വചനത്തിന്റെ അനന്തമായ അഭിഷേകം കടന്നു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരു മനസ്സോട് ഒന്നിച്ച് വിളിക്കുന്ന ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരിക, വരിക, വരിക. വചനത്തിന്റെ അഭിഷേകമായി, വചനത്തിന്റെ പെരുമഴയായി, വചനത്തീയായി പരിശുദ്ധാത്മാവേ വരണമേ, വരണമേ. ഞങ്ങളെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ബന്ധങ്ങളെ അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ യാചനാപുരം തുറന്നു പിടിച്ച് ഒരു മനസ്സോടെ നമ്മൾ ഒന്നിച്ചു പാടി പ്രാർത്ഥിക്കുകയാണ്. ഇത് കർത്താവിന്റെ പദ്ധതിയാണ്. ഈ ശുശ്രൂഷ പരിശുദ്ധാത്മാവിന്റെ സ്വപ്നമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനസ്സോടെ പാടി പ്രാർത്ഥിച്ച് ഒരു ഹൃദയത്തോടെ നമുക്ക് ഒന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ആമേൻ. ഗ്ലോറി, ഗ്ലോറി. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ചേ ഞാനെന്നും വഴി നടക്കും. യേശുവേ കൃപ തരണമേ. വചനത്തീ തീ ഓരി ഖറബബബ ഇബിയ റുഖലബറബ ഷിയ റിബബബബ ഞാനെന്നും വഴി നടക്കും. സൈന്യനീര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളും എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. ഹല്ലേലൂയ. ഉറച്ച തീരുമാനത്തോടെ പാടിക്കേ. കൃപ വരുന്ന സമയം, അഭിഷേകം ഇറങ്ങുന്ന സമയം. കർത്താവേ ഞങ്ങളെ പൊതിയണമേ. ഇവിടുത്തെ മഹത്വത്താൽ, നിങ്ങളുടെ വചനത്താൽ ഞങ്ങളെ പൊതിയണമേ. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ചേ ഞാനെന്നും വഴി നടക്കും. ആമേൻ, ആമേൻ. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധ വചനത്തിന്റെ അഭിഷേകത്താൽ, ദൈവവചനത്തിന്റെ ശക്തിയാൽ, കൃപയാൽ ഞങ്ങളെ പൊതിയണമേ, ഞങ്ങളെ ചൂട് പിടിപ്പിക്കണമേ, ഞങ്ങളെ തീ പിടിപ്പിക്കണമേ. കർത്താവിന്റെ കരം പിടിച്ചേ ഞാനെന്നും വഴി നടക്കും, ഞാനെന്നും വഴി നടക്കും. ആഗ്രഹത്തോടെ, തീരുമാനത്തോടെ ഇരു കരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്നിച്ചു വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, പൊന്നു കർത്താവേ, ആരാധന, ആരാധന, ആരാധന. അഭിഷേകം ഒഴുകട്ടെ, ഒഴുകട്ടെ. കൃപ വ്യാപരിക്കട്ടെ. ഓരാത്മാവിലേക്ക് പരിശുദ്ധ വചനം കടന്നു ചെല്ലട്ടെ. പരിശുദ്ധ കൃപ ഒഴുകട്ടെ. കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെടട്ടെ. തലമുറകൾ അഭിഷേചിതമാകട്ടെ. തിരുസഭ മുഴുവനിലും വചനത്തിന്റെ തീക്കാറ്റ് വീശട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പൈശാചിക കെട്ടുകള്, നാരകീയ ബന്ധനങ്ങള്, ഇരുട്ടിന്റെ വ്യാപാരങ്ങള് പരിശുദ്ധ നാമത്തിന് അനന്ത ശക്തിയാ, പരിശുദ്ധ വചനത്തിന് അനന്ത അഭിഷേകത്താൽ, പരിശുദ്ധ ബലിയുടെ അനന്ത യോഗ്യതകളാൽ ഇപ്പോൾ ഈ സമയം ചിന്ന ഭിന്നമായി പോകട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൃപ, കൃപ, കൃപ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പരിശുദ്ധ വചനത്തിന്റെ വൈശിഷ്ട്യം ദർശിക്കാൻ കർത്താവേ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കണമേ. വചനത്തിന്റെ മാധുര്യം അനുഭവിക്കുവാൻ ആന്തരിക നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. താങ്ക് യു ജീസസ്. പരിശുദ്ധ അമ്മേ, വചനത്തിന്റെ അമ്മേ, ശൗസേ പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദത്തങ്ങളും ഞങ്ങൾ സ്വീകരിക്കുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. നമ്മളെല്ലാവരും ശാന്തമായിട്ടിരിക്കുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനം എന്ന ഈ ശുശ്രൂഷ 10 ദിനങ്ങളിൽ സ്വർഗം നമുക്കായി ഒരുക്കിയിരിക്കുകയാണ്. നമ്മൾ പരിശുദ്ധ വചനത്തെ ചങ്കായി നമ്മൾ സ്നേഹിക്കണം. കർത്താവിൻ്റെ വചനത്തിലേക്ക് വേരുറപ്പിച്ചുകൊണ്ടുള്ള ഒരു കൃപയുടെ ജീവിതം ഈ നാളുകളിൽ ഞാനും നിങ്ങളും നയിക്കണം.
യുഗാന്ത സഭയിൽ ഈ അന്ത്യകാലഘട്ടത്തിൽ കർത്താവിനും അവിടുത്തെ തിരുസഭയ്ക്കും വേണ്ടി നമുക്ക് നിലകൊള്ളണമെങ്കിൽ, സുവിശേഷ സത്യങ്ങൾ എവിടെയും ഉയർത്തിപ്പിടിക്കണമെങ്കിൽ, കർത്താവിൻ്റെ വചനത്തെ വില കൊടുത്ത് കാക്കണമെങ്കിൽ, എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധ വചനത്തിലേക്ക് വേരുറപ്പിച്ച് ജീവിക്കണം. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടം തിന്മ നിറഞ്ഞൊരു കാലഘട്ടമാണ്. നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ദൈവനിഷേധവും ദൈവദൂഷണവും വിശ്വാസത്യാഗവും പാപമ്ലേച്ഛതയുടെ അതിപ്രസരവും വഴിവിട്ട ലൈംഗിക അരാജകത്വങ്ങളും കുടുംബങ്ങളുടെ ശിഥിലീകരണവും പ്രകൃതിക്ഷോഭങ്ങൾ, പകർച്ചവ്യാധികൾ, മഹാമാരികൾ, ഭൂകമ്പങ്ങൾ, വിനാശകരമായ ദൈവനിന്ദകൾ എന്ന് വേണ്ട എല്ലാവിധത്തിലുമുള്ള അരാജകത്വങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പ്രത്യാശിക്കാൻ അധികം വകയില്ല. ഇപ്രകാരമുള്ള ഈ നാളുകളിൽ തൻ്റെ ജനത്തോട് എന്താണ് ആത്മാവിന് പറയാനുള്ളത്? ഈ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ വചനത്തിൻ്റെ ശക്തിയും കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യവും ദൈവവചനത്തിൻ്റെ അഭിഷേകവും സ്വന്തമാക്കി ഈ കാലഘട്ടത്തിലെ ദൈവമക്കളായി നമ്മൾ എപ്രകാരം ജീവിക്കണമെന്ന് തുടർന്നുള്ള ദിനങ്ങളിൽ സ്വർഗം നമ്മെ അറിയിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറഞ്ഞു, എഫെസസ്കാർക്ക് ഇത് ലേഖനം 5-ാം അധ്യായം 16-ാം തിരുവചനം. കർത്താവിൻ്റെ വചനം പറയുന്നു, ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. എത്ര കൃത്യമായ തിരുവചനമാണ്! ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. എൻ്റെ സഹോദരങ്ങളെ, തിന്മ നിറഞ്ഞ ഈ നാളുകളിൽ കൃപയോടെ ജീവിക്കുവാൻ, കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കുവാൻ, കർത്താവിന് പ്രസാദകരമായ ജീവിതം നയിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവാൻ, ദൈവകൃപയിൽ ശരണപ്പെടുവാൻ, നമ്മുടെ ജീവിതത്തിന് ചുറ്റുമുള്ള പ്രലോഭനങ്ങളെ, പരിശോധനകളെ, പാപക്കെണികളെ അതിജീവിച്ച് വിശുദ്ധിയുടെ ആത്മാവിൽ ജീവിക്കുവാൻ നമ്മുടെ കഴിവോ, നമ്മുടെ മസിൽ പവറിനോ, നമ്മുടെ ബ്രെയിൻ പവറിനോ, നമ്മുടെ പണശക്തിക്കോ, നമ്മുടെ മാനുഷികമായ മറ്റ് കഴിവുകൾക്കോ ഒന്നിനും സാധിക്കില്ല പ്രിയപ്പെട്ടവരെ. അതിന് നമുക്ക് പരിശുദ്ധ വചനത്തിൻ്റെ ശക്തിയും കൃപയും കൂടിയേ തീരൂ. പൗലോസ് പറയാണ്, ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. ഈ വചനത്തിൻ്റെ കൃത്യമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് ഇന്ന് ലോകത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എങ്ങോട്ട് നോക്കിയാലും തിന്മയുടെ പ്രവർത്തികൾ, തിന്മ നിറഞ്ഞ കാര്യങ്ങൾ, നമുക്ക് സന്തോഷിക്കാനോ പ്രത്യാശിക്കുവാനോ ഒന്നിനും വകയില്ലാത്ത വിധം കാര്യങ്ങളെല്ലാം അതുപോലെ വഷളത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വാർത്താ മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, മറ്റ് പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം നമ്മളെ ലജ്ജിപ്പിക്കുമാറുള്ള ദുർവാർത്തകളാണ് ഓരോ ദിനവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സങ്കീർത്തനം 12:1 കർത്താവിൻ്റെ വചനം പറയുന്നു, കർത്താവെ സഹായിക്കണമേ, ദൈവഭക്തർ ഇല്ലാതായിരിക്കുന്നു, മനുഷ്യ മക്കളിൽ വിശ്വസ്തരാരും ഇല്ലാതായി. സങ്കീർത്തകൻ പ്രവചനാത്മാവിൽ വ്യക്തമായി പറയുകയാണ്, ദൈവഭക്തരെ ഇല്ലാതാകുന്നൊരു കാലം, ദൈവഭയം അറ്റുപോയിക്കൊണ്ടിരിക്കുന്നൊരു കാലം. വിശ്വസ്തരായിട്ട് ആരും തന്നെയില്ല. എവിടെയും അവിശ്വസ്തതകൾ, ചതി, കാപഢ്യം, വഞ്ചന, സ്നേഹരാഹിത്യം എന്നു വേണ്ട എല്ലാ ഇടങ്ങളിലും അവിശ്വസ്തതയുടെ പ്രവർത്തികൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, ഞാൻ ചിന്തിച്ചു, എത്ര കൃത്യമാണ് കർത്താവിൻ്റെ പരിശുദ്ധ വചനം. ഈശോ പറഞ്ഞു, ആകാശം ഭൂമിയും മാറിയാലും എൻ്റെ വചനം മാറിപ്പോവുകയില്ല. വീണ്ടും ഹോസിയ പ്രവചനം 4:1 എന്താണ് ആത്മാവ് നമ്മോട് പറയുന്നത്? ഇസ്രായേൽ ജനമേ, നമ്മുടെ പേര് ചൊല്ലി കർത്താവ് വിളിക്കുക, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുക. ദേശവാസികൾക്കെതിരെ അവിടത്തേക്കൊരു ആരോപണമുണ്ട്. ഇവിടെ വിശ്വസ്തതയോ സ്നേഹമോ ഇല്ല. ദൈവവിചാരം ദേശത്ത് അറ്റുപോയിരിക്കുന്നു. ദൈവവിചാരം നഷ്ടപ്പെട്ടു പോയൊരു തലമുറ,
ദൈവഭയം അറ്റുപോയിരിക്കുന്നൊരു കാലം. പൗലോസ്ലീഹ പറഞ്ഞു, ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. ഈ അന്ത്യനാളുകളിൽ നമ്മളായിരിക്കുന്ന യുഗാന്ത സഭയിൽ എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനത്തിൻ്റെ ശ്രേഷ്ഠതയും പരിശുദ്ധ വചനത്തിൻ്റെ ശക്തിയും പരിശുദ്ധ വചനത്തിൽ നാം ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയും, എന്ത് വില കൊടുത്തും എന്തൊക്കെ നഷ്ടപ്പെടേണ്ടി വന്നാലും കർത്താവിൻ്റെ വചനത്തെ അനുസരിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ഈ കാലഘട്ടത്തിൽ ദൈവജനം നമ്മൾ കൃത്യമായി തിരിച്ചറിയണം. വെളിപാട് പുസ്തകം 12:12 നമുക്കറിയാം. നമ്മൾ ഈ കാലഘട്ടത്തെ വിവേചിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, വെളിപാടിൻ്റെ കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകമായി വെളിപാട് 12:12 കാലഘട്ടത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചുരുങ്ങിയ സമയം അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതൊരു ആത്മീയ പോരാട്ടത്തിൻ്റെ നാളുകളാണ്. നമ്മൾ വലിയൊരു ആത്മീയ പോരാട്ടത്തിലാണ് സഹോദരങ്ങളെ നമ്മൾ ഇന്നായിരിക്കുന്നത്. കുടുംബങ്ങളെ തകർക്കുവാൻ, കർത്താവ് തെരഞ്ഞെടുത്ത ആത്മാക്കൾക്ക് നാശം വരുത്തുവാൻ, നമ്മുടെ യുവജനങ്ങളെ മലിനപ്പെടുത്തുവാൻ, നമ്മുടെ ബന്ധങ്ങളെ ശിഥിലീകരിക്കുവാൻ, നമ്മുടെ സഭയെ താറുമാറാക്കാൻ, കർത്താവിനായി വിളിക്കപ്പെട്ട ജീവിതങ്ങളെ നശിപ്പിക്കുവാൻ വളരെ തന്ത്രപരമായി ഇന്ന് പിശാച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. വർഷങ്ങൾക്ക് മുമ്പ് ലയോ 13 മാർപ്പാപ്പ കണ്ട ആ ഭയാനകമായ ദർശനത്തിൻ്റെ ക്ലൈമാക്സ് നാളുകൾ, സാത്താൻ അധികാരം അനുവദിക്കപ്പെട്ട നാളുകൾ. ഈ ഒരു സമയത്ത് എന്താണ് പരിശുദ്ധാത്മൻ നമ്മോട് പറയാനുള്ളത്? ശ്രദ്ധിച്ച് എൻ്റെ സഹോദരങ്ങൾ, നമുക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്? ഈ കാലത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഈ കാലത്തിൻ്റെ അടയാളങ്ങളെ വ്യാഖ്യാനിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഇന്ന് ലോകത്തിലും സഭയിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ ചില പ്രതിഭാസങ്ങളും നമുക്ക് വേണ്ടതുപോലെ ഗ്രഹിക്കുവാനായി കഴിയുന്നുണ്ടോ? പൗലോസ്ലീഹ പറഞ്ഞു, എഫെസസ്കാർക്കുള്ള ലേഖനം 6-ാം അധ്യായം 11-12 വചനങ്ങളിൽ എന്താണ് ആത്മാവ് പറയുന്നത്? സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. എൻ്റെ സഹോദരങ്ങൾ, എത്ര കൃത്യമാണ് കർത്താവിൻ്റെ വചനം! നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പടപൊരുതുന്നത്, സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. ഈ യുദ്ധത്തിൽ സ്വർഗം നമ്മൾ അണിയിപ്പിക്കുന്ന ശക്തമായ ആയുധമാണ് പരിശുദ്ധ വചനം. പരിശുദ്ധ വചനം. പൗലോസ്ലീഹ എഫെസസ്കാർക്ക് ഇത് ലേഖനം 6-ാം അധ്യായം 17-ാം വചനത്തിൽ പറയുന്നുണ്ട്, ഇത് ആത്മാവിൻ്റെ വാളാണ്. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുക. എല്ലാവരും ശ്രദ്ധിച്ച വചനം. എൻ്റെ സഹോദരങ്ങളെ, ഈ യുഗാന്ത സഭയിലെ ഈ കാലഘട്ടത്തിലെ ആത്മാവിൻ്റെ വാളായി പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ വചനത്തെ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. എന്തിനു വേണ്ടി? നമ്മുടെ മുൻപിലുള്ള അന്ധകാര പോരാട്ടങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ ആത്മീയ പോരാട്ടത്തിൻ്റെ നാളുകളിൽ കൃപയോടെ, വിശുദ്ധിയോടെ, ആത്മശക്തിയോടെ നമുക്ക് ജീവിക്കുവാൻ ബലം തരുന്നത്, നമ്മളെ പ്രാപ്തമാക്കുന്നത് കർത്താവിൻ്റെ പരിശുദ്ധ വചനമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ സമയം സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക്
ദൈവവചനത്തിൻ്റെ അഭിഷേകവും വചനത്തിൻ്റെ ശക്തിയും വചനത്തിൻ്റെ കൃപയിലൊക്കെ വളരാൻ നിറയാൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങളുടെ നിയോഗങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ വചനത്തിൻ്റെ ആത്മാവിൽ നിറയണം, വചനാഭിഷേകത്താൽ പൂരിതമാകണം. നമ്മൾ ഈ നിയോഗങ്ങൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ നിയോഗത്തിനായി ഈ തത്സമയ ശുശ്രൂഷയുടെ സമയത്ത് നിങ്ങൾക്ക് ഫോൺ ചെയ്ത് നിങ്ങളുടെ ആ നിയോഗം വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമുക്കൊരു മനസ്സോടെ ഒന്നിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ പ്രവർത്തിക്കും. വിശ്വസിച്ച് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, പരിശുദ്ധ വചനം ആത്മാവിന്റെ വാളാണ്. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, പരിശുദ്ധ വചനം, പരിശുദ്ധ വചനം ആത്മാവിന്റെ വാളാണ്. ആത്മാവിന്റെ വാളാണ്. ആത്മാവിന്റെ വാളാണ്. ആത്മാവിന്റെ വാളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, കർത്താവിന്റെ വചനം എന്താണ്? ആത്മാവിന്റെ വാൾ. ആത്മാവിന്റെ വാളാണ്. ഇത് വാളാണ്. ആമേൻ. ഈ ആത്മീയ യുദ്ധത്തിന്റെ നാളുകളിൽ ശത്രുവിനെതിരെ പടപൊരുതുവാൻ, കാലഘട്ടത്തിന് തിന്മകളെ പൊരുതി വിജയിക്കുവാൻ സ്വർഗം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആത്മാവിന്റെ വാളാണ് കർത്താവിന്റെ വചനം, വേർഡ് ഓഫ് ഗോഡ്. വെളിപാട് പുസ്തകം 12:17 നമ്മൾ കാണുന്നുണ്ട്. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. ശ്രദ്ധിച്ച നിങ്ങൾ, ഇന്ന് പിശാച് ആർക്കെതിരെ യുദ്ധം ചെയ്യുന്നത്? ദൈവകൽപ്പനകൾക്കെതിരെ, ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവർക്കെതിരെ, ദൈവകൽപ്പനകൾ പ്രമാണിക്കുന്നവർക്കെതിരെ. രണ്ടാമത്, യേശുക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്നവരായി അവരുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരോട്, കൃപയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരോട്, ശ്രദ്ധിച്ചേ, കൃപയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരോട് യുദ്ധം ചെയ്യുകയാണ്, അവരെ നശിപ്പിക്കുവാനായിട്ട്. അപ്പൊ സാത്താനെതിരായ ഈ അന്തിമ യുദ്ധത്തില് എനിക്ക് നിങ്ങൾക്കും വിജയം വരിക്കുവാൻ സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന അതിസ്വാഭാവികമായ ആയുധമാണ് കർത്താവിന്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ വചനത്തിന് പ്രാധാന്യം നല്ലതുപോലെ നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധ വചനത്തിലേക്ക് വേരുറപ്പിച്ച് ജീവിക്കുന്നതിന് ആവശ്യകത മനസ്സിലാക്കണം. വചനം ഭക്ഷിച്ച് 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 വചനത്തിന്റെ തീയായി മാറുന്നതിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. എൻ്റെ സഹോദരങ്ങളെ, അതിനുവേണ്ടിയേ നമുക്ക് ഈ ദിനങ്ങൾ കർത്താവ് അനുവദിച്ച് തന്നിരിക്കുന്നത്. ആത്മാവിന്റെ വാളായ പരിശുദ്ധ വചനത്തെ പിശാച് ഭയപ്പെടുന്നു. എന്തുകൊണ്ടാണ് സാത്താൻ വചനത്തെ ഭയപ്പെടുന്നത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വചനം ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ശബ്ദമുയർത്തി പറഞ്ഞേ, വചനം ദൈവമായിരുന്നു. വചനം ദൈവമായിരുന്നു. വചനം ആരാണ്? ദൈവമായിരുന്നു. പറഞ്ഞ വചനം ആരാണ്? ദൈവമായിരുന്നു. വചനം ദൈവമാണ്. യേശുവാണ് വചനം. യേശുവാണ് വചനം. എൻ്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെയാണ് CCC പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 81-ാം ഖണ്ഡികയിൽ തിരുസഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ ലിഖിത രൂപത്തിലാക്കപ്പെട്ട ദൈവത്തിന്റെ സംഭാഷണമാണ് വിശുദ്ധ ഗ്രന്ഥം. കർത്താവ് നമ്മോട് സംസാരിക്കുന്ന അവിടുത്തെ സംഭാഷണമാണ്. അത് ആത്മാവിന്റെ നിശ്വാസത്താൽ രൂപപ്പെടുത്തിയ ദൈവത്തിന്റെ സംഭാഷണമാണ് പരിശുദ്ധ ബൈബിൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും സഭ പഠിപ്പിക്കുകയാണ് 103-ാമത്തെ ഖണ്ഡികയിൽ. എന്താ സഭ പറയുന്നത്? ഈ കാരണത്താൽ സഭ വിശുദ്ധ ഗ്രന്ഥത്തെ കർത്താവിൻ്റെ ശരീരത്തെ എന്ന പോലെ എക്കാലവും ആദരിച്ചിരുന്നു. പരിശുദ്ധ സഭയിൽ പരിശുദ്ധ കുർബാനയ്ക്ക് എന്തുമാത്രം പ്രാധാന്യവും മഹത്വമുണ്ടോ അതുപോലെ തന്നെ
കർത്താവിന്റെ സഭയിൽ പരിശുദ്ധ വചനത്തെ കാലവും തിരുസഭ ആദരിച്ചു പോന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയും പരിശുദ്ധ വചനവും. എന്റെ സഹോദരങ്ങളെ, എന്തുമാത്രം പ്രാധാന്യത്തോടെയാണ് തിരുസഭ കർത്താവിന്റെ വചനത്തെ നോക്കിക്കാണുന്നത്. സഭാഹൃദയത്തിൽ കർത്താവിന്റെ വചനത്തിന് എന്തുമാത്രം ശ്രേഷ്ഠമായ സ്ഥാനമാണ്. പരിശുദ്ധ കുർബാനയെ പോലെ തന്നെ, അതുപോലെ തന്നെ തിരുസഭ പരിശുദ്ധ വചനത്തെ, കർത്താവിന്റെ വചനത്തെ കാണുന്നുവെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന നമ്മളെ പഠിപ്പിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, കാരണം പരിശുദ്ധ കുർബാന യേശുവാണ്. യോഹന്നാൻ 1:1 കണ്ടു, വചനം ദൈവമായിരുന്നു. ഇതുപോലെ പരിശുദ്ധ വചനവും യേശു തന്നെയാണ്. പരിശുദ്ധ വചനം ഈശോയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാം വചനത്തിൽ എന്താണ് ഈശോ പറഞ്ഞത്? അവരങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. അവിടുത്തെ വചനമാണ് സത്യം. അപ്പോൾ വചനമാണ് സത്യം. വീണ്ടും ഈശോ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14:6 എന്താണ് യേശു പഠിപ്പിച്ചത്? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ് സത്യം. ഐ ആം ദ ട്രൂത്ത്. വചനമാണ് സത്യം. ഈശോ പറയാണ്, സത്യം ഞാനാണെന്ന് പറഞ്ഞാൽ വചനം യേശുവാണ്, വചനം യേശുവാണ്, വചനം യേശുവാണ്. ശ്രദ്ധിച്ചേ, അപ്പൊ എന്തുകൊണ്ടാണ് പിശാച് കർത്താവിന്റെ വചനത്തെ ഭയപ്പെടുന്നത്? കാരണം വചനം യേശുവാണ്. വചനത്തിന്റെ സാന്നിധ്യം എവിടെയെല്ലാം വ്യാപരിക്കുന്നുവോ അവിടെ പൈശാചിക കെട്ടുകൾ പൊട്ടും, സാത്താൻ കോട്ടകൾ തകരും. വ്യക്തി ജീവിതങ്ങളിൽ, കുടുംബങ്ങളിലുള്ള പൈശാചിക ആധിപത്യങ്ങൾ തകർന്നു വീഴും. ജീവിതങ്ങൾ ഡെലിവറൻസിലേക്ക് വരും. കാരണം വചനം യേശുവാണ്, വചനം യേശുവാണ്, വചനം യേശുവാണ്. ഒന്ന് വിശ്വസിച്ച് ശബ്ദമുയർത്തി പറഞ്ഞ്, വചനം യേശുവാണ്, വചനം യേശുവാണ്. 3 പ്രാവശ്യം ഉച്ചത്തിൽ പ്രഖ്യാപിച്ച്, വചനം യേശുവാണ്, വചനം യേശുവാണ്, വചനം യേശുവാണ്, വചനം യേശുവാണ്. സാധിക്കുന്നവർ വലതുകരം ഉയർത്തി ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ്, ദൈവത്തിന്റെ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവവചനം എന്നെ കുറിച്ച് എന്ത് പറയുന്നുവോ അതാണ് ഞാൻ. കർത്താവിന്റെ വചനം എന്നെ കുറിച്ച് എന്ത് പറയുന്നുവോ അതാണ് ഞാൻ. പരിശുദ്ധ വചനം എന്നെ കുറിച്ച് എന്ത് പറയുന്നുവോ അതാണ് ഞാൻ. കർത്താവിന്റെ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. കാരണം വചനം യേശുവാണ്, വചനം ദൈവമാണ്, യേശുവാണ്. പിശാച് ഭയന്ന് വിറയ്ക്കുകയാണ്. പരിശുദ്ധ വചനം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ, എൻ്റെ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ കർത്താവിന്റെ വചനമുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതം പരിശുദ്ധ വചനത്തിലേക്ക് വേരുറപ്പിക്കപ്പെട്ട ജീവിതമാണെങ്കിൽ നമ്മളെ തകർക്കാൻ പിശാചിന് സാധിക്കുകയില്ല. അവന്റെ തന്ത്രങ്ങൾ, അവന്റെ കെണികൾ, അവന്റെ ചതികൾ, അവനൊരുക്കുന്ന എല്ലാവിധത്തിലുള്ള ആസൂത്രണങ്ങളും തിരിച്ചറിയുവാൻ കർത്താവിന്റെ വചനം എന്നെയും നിന്നെയും സഹായിക്കും. വചനം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. ശമത്തായുടെ സുവിശേഷം 8-ാം അധ്യായം 16-ാം വചനത്തിൽ വളരെ ശക്തമായൊരു വചനമാണ്. എന്താണ് തിരുവെഴുത്ത് പറയുന്നത്? സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും, ശ്രദ്ധിച്ചേ, അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും. എല്ലാവരും ഉച്ചത്തിൽ വിശ്വാസത്തോടെ അവതരുന്നു ഏറ്റുപറഞ്ഞ്, അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും, വചനം പറഞ്ഞ് അശുദ്ധാത്മാക്കളെ യേശു പുറത്താക്കി. എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. എൻ്റെ സഹോദരങ്ങളെ, നമ്മളെ വചനം ശ്രദ്ധിച്ചേ. കൃത്യമായി ദൈവത്തിന്റെ വചനം പറയുകയാണ്, അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് യേശു പുറത്താക്കി. ഒരു സെക്കൻഡ് നിങ്ങൾ നോക്കിക്കേ. വചനം പറഞ്ഞ് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയാണ്. കാരണം വചനം യേശുവാണ്. ആരെല്ലാം വിശ്വാസത്തോടെ
പരിശുദ്ധ വചനം പ്രഖ്യാപിക്കുന്നു, അവിടെ ഡെലിവറൻസ് ഉണ്ട്. എന്തുമാത്രം ഈ വിമോചനത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കാണുവാൻ സ്വർഗം നമുക്ക് ഇടവരുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. വചനം പറഞ്ഞ് വചനം പറഞ്ഞ് വചനം പറഞ്ഞ് വചനം പറഞ്ഞ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മേൽ ശക്തമായൊരു അഭിഷേകത്തിന്റെ വ്യാപനം ഉണ്ടാവുകയോ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. വചനം പറയണം. നമ്മൾ കഥ പറഞ്ഞത് കൊണ്ടോ ഉപദേശം പറഞ്ഞത് കൊണ്ടോ പുരാണങ്ങൾ പറഞ്ഞത് കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല സഹോദരങ്ങളെ. കർത്താവിന്റെ വചനത്തിലാണ് ജീവനുള്ളത്. കർത്താവിന്റെ വചനത്തിലാണ് രക്ഷയുള്ളത്. കർത്താവിന്റെ വചനത്തിലാണ് വിമോചനമുള്ളത്. കർത്താവിന്റെ വചനത്തിലാണ് എനിക്കും നിങ്ങൾക്കുമുള്ള നിത്യജീവനുള്ളത്. ഹല്ലേലൂയ. വചനം പറഞ്ഞ് വചനം പറഞ്ഞ് വചനം പറഞ്ഞ് പിശാചുകളെ പുറത്താക്കി രോഗികൾക്ക് സൗഖ്യം കൊടുത്തു. ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് വേർഡ് ഓഫ് ഗോഡിലൂടെ സംഭവിക്കുകയാണ്. ഈ അന്ത്യനാളുകളിൽ പിശാച് പ്രബലപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് എൻ്റെ സഹോദരങ്ങളെ, യുഗാന്ത സഭയിൽ ഈ ആത്മീയ പോരാട്ടത്തിന്റെ നാളുകളിൽ ഈ വചനത്തിന്റെ വാള്, ആത്മാവിന്റെ വാൾ നമ്മുടെ കൈകളിൽ ഉണ്ടാകണം. ഈ വാൾ ഉപയോഗിച്ച് ശത്രുവിന്റെ സകല പോരാട്ടങ്ങളെയും തകർത്ത് കൃപയോടെ മുന്നേറുവാൻ എനിക്ക് നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ സാധിക്കണം. വചനത്തിന്റെ ശക്തി നമ്മൾ തിരിച്ചറിയണം. ഇന്ന് പലർക്കും കർത്താവിന്റെ വചനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല. പലരും ഇത് കഥാപുസ്തകം പോലെ കാണുകയാണ്. ഇത് ആ കാലഘട്ടത്തിന് വേണ്ടി എഴുതപ്പെട്ട ഒരു ചരിത്ര പുസ്തകം പോലെ മാത്രമാണ്. അല്ല, ഇത് പരിശുദ്ധാത്മ നിവേശിതമാണ്. ഇത് പരിശുദ്ധ വചനങ്ങളാണ്. ഇത് കർത്താവ് നമ്മോട് സംസാരിച്ച കർത്താവിന്റെ നിത്യ വചസ്സുകളാണ്. ഇത് ജീവൻ പകരുന്നതാ. ലൈഫ് നമുക്ക് ജീവൻ തരുന്നതാ കർത്താവിന്റെ വചനം. പിശാച് ഭയപ്പെടുന്നു, അവന്റെ പിടികൾ പൊട്ടുന്നു, കോട്ടകൾ തകരുന്നു, അവന്റെ നുഖങ്ങൾ ഒടിയുന്നു, പീഡകൾ വിട്ടൊഴിയുന്നു, ജീവിതങ്ങൾ വിമോചിതമാകുന്നു, കുടുംബങ്ങൾ രക്ഷപ്രാപിക്കുന്നു, തകർന്നുപോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിതമാകുന്നു, കൂട്ടായ്മകൾ ഫലപ്പെടുന്നു. പരിശുദ്ധ വചനത്തിന്റെ അനന്തശക്തിയാൽ അനന്തമായ അഭിഷേകത്താൽ 119 സങ്കീർത്തനം 11 വചനം സങ്കീർത്തകൻ ആവേശത്തോടെ പറയുന്നു, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. പാപത്തിനെതിരെ, പിശാചിനെതിരെ, ലോകമോഹങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവെപ്പാണ്. ശ്രദ്ധിച്ച നിങ്ങള്, ഹൃദയത്തിൽ വചനമുണ്ടാകണം. ഹൃദയത്തിൽ വചനമുണ്ടാകണം. ആ സ്ക്രീനിലോട്ട് വന്ന് ഹൃദയത്തിൽ വചനമുണ്ടാകണം സഹോദരങ്ങളെ. ഹൃദയത്തിൽ വചനമുണ്ടാകുമ്പോഴാണ് പാപത്തെ അതിജീവിക്കാൻ, ലോകമോഹങ്ങൾ അതിജീവിക്കാൻ, തിന്മയെ അതിജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നത്. ഹൃദയത്തിൽ വചനം അത് നമ്മളെ ശക്തീകരിക്കും, അത് നമ്മളെ ശുദ്ധീകരിക്കും, അത് നമ്മളെ ബലപ്പെടുത്തും, അത് നമ്മളെ അനുഗ്രഹീതരാക്കും, അത് നമ്മളെ കൃപയുള്ളതാക്കും, അത് നമ്മളെ കൂടുതൽ അനോയിന്റിംഗ്, അഭിഷേകത്തിലേക്ക് നയിക്കും. ഓ കർത്താവിന്റെ വചനമേ, പരിശുദ്ധ വചനമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആനന്ദിക്കും. ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിച്ചേ. എൻ ഹൃദയം ആനന്ദിക്കും. കർത്താവിന്റെ വചനത്തിന്റെ മാധുര്യം അനുഭവിച്ച്, പരിശുദ്ധ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട്, വചനത്തിന്റെ ശക്തി അനുഭവിച്ച്, സഹോദരങ്ങളെ, തുടർന്ന് നമുക്ക് ഈ ശുശ്രൂഷയിൽ വളരെ ഉണർവോടെ നമുക്ക് പങ്കുകൊള്ളാം. നമുക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്. നമുക്ക് ആ ഫോൺ ഒന്ന് അറ്റൻഡ് ചെയ്യാം. കർത്താവേ, പ്രൈസ് ലോർഡ്. പറഞ്ഞോ സഹോദരി.
എന്റെ കുടുംബം മുഴുവൻ വചനം കൊണ്ട് നിറയാൻ വചനത്തിന് തീ ഇറങ്ങാൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി സന്തോഷം സഹോദരി. ഇതുപോലെയുള്ള നിയോഗങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷം വരുന്നു കേട്ടോ. പരിശുദ്ധ വചനത്തിന് നമ്മളെ ശുദ്ധീകരിക്കുവാനും വിമോചിപ്പിക്കുവാനും അഭിഷേകം ചെയ്യുവാനുമുള്ള അനന്തമായ ശക്തി കർത്താവിൻ്റെ വചനത്തിനുണ്ട്. കർത്താവിൻ്റെ വചനത്തിനുണ്ട്. അതുകൊണ്ട് വചനം നമുക്ക് കുടുംബം മുഴുവൻ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്ന കരങ്ങൾ ആയിരിക്കുന്നിടത്ത് നിന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. നമുക്ക് എല്ലാവർക്കും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇത് ആ സഹോദരയുടെ നിയോഗം മാത്രമല്ല, 10,000 ആഗ്രഹിക്കുകയാണ് കർത്താവിൻ്റെ വചനത്താൽ കഴുകപ്പെടുവാൻ, പരിശുദ്ധ വചനത്താൽ മുദ്ര ചെയ്യപ്പെടുവാൻ, കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെടുവാൻ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ, പാപക്കെട്ടുകള്, ശാപബന്ധനങ്ങള്, പൈശാചിക ആധിപത്യങ്ങള്, ഇരുട്ടിന്റെ വ്യാപാരങ്ങള് പരിശുദ്ധ വചനത്തിന്റെ അനന്തമായ ശക്തിയാലും വചനത്തിന് അനന്തമായ അഭിഷേകത്താലും അതെല്ലാം തകർക്കപ്പെടുവാൻ ഇതാ 10,000 ഒരുമിച്ചൊരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. കരമുയർത്തി സ്വരമുയർത്തി ഒറ്റ വിളി, കർത്താവിന്റെ വചനമേ. കർത്താവേ വചനമയച്ച് അത്ഭുതങ്ങൾ ചെയ്യണമേ, വചനമയച്ച് സൗഖ്യങ്ങൾ നൽകണമേ, വചനമയച്ച് മാനസാന്തരങ്ങൾ നൽകണമേ. കർത്താവേ വചനമയച്ച് പൈശാചിക കെട്ടുകളെ പൊട്ടിക്കണമേ. കർത്താവേ വചനമയച്ച് കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമേ, ജീവിതങ്ങളെ കഴുകണമേ, തലമുറകൾ അനോയിന്റ് ചെയ്യണമേ. അത്ഭുത സൗഖ്യങ്ങൾ, ഡെലിവറൻസുകൾ, ഹീലിംഗ്സ്, മാനസാന്തരങ്ങൾ പരിശുദ്ധ വചനത്തിന്റെ അനന്ത ശക്തിയ ഇപ്പോൾ ഈ സമയം സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സംഭവിക്കട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ക്ലേശമോ ദുരിതമോ എന്തു വന്നാലും യേശുവിൻ വചനം ഘോഷിക്കൂ. ആമേൻ, ആമേൻ. ക്ലേശമോ ദുരിതമോ എന്തു വന്നാലും യേശുവിൻ വചനം ഘോഷിക്കൂ. പാടുകേ. ക്ലേശമോ ദുരിതമോ എന്തു വന്നാലും യേശുവിൻ വചനം ഘോഷിക്കും. യേശുവിൻ വചനത്തിനാൽ എന്റെ ജീവിതം പൂർണ്ണമായി നൽകിയിടും ഞാൻ. യേശുവിൻ ജീവിതം പൂർണ്ണമായി നൽകിയിടും ഞാൻ. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? ആമേൻ. കർത്താവിന്റെ കരം പിടിച്ചേ ഞാൻ കൃപയോടെ 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 ഞാൻ വഴി നടക്കും ഈശോയുടെ കൂടെ. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു ഓരോ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, വ്യക്തി ജീവിതം അനുഗ്രഹിക്കണമേ, കൂട്ടായ്മകൾ അനുഗ്രഹിക്കണമേ. ഞാനെന്നും വഴി നടക്കും, ഞാനെന്നും വഴി നടക്കും, ഞാനെന്നും വഴി നടക്കും. കർത്താവിന്റെ വചനം ആത്മാവിന്റെ വാളാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം ആത്മാവിന്റെ വാളാണ്. ഈ വാൾ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാകണം. എന്താണ് ഈ വാളിന്റെ പ്രത്യേകത? പരിശുദ്ധ വചനമാകുന്ന ആത്മാവിന്റെ വാളിന്റെ പ്രത്യേകത എന്താ? ഹെബ്രായ പുസ്തകം 4:12 തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. ഹെബ്രായ പുസ്തകം 4:12 എന്താ പറയുന്നത്? ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ വചനം സജീവമാണ്, അത് ഊർജ്ജസ്വലമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് കർത്താവിന്റെ വചനം. ശ്രദ്ധിച്ച്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വാൾ, ആത്മാവിന്റെ വാളാണ് പരിശുദ്ധ വചനം. ഇത്രയും പവർഫുള്ളായ ഒരു ആയുധം നമ്മുടെ കയ്യിലുള്ളപ്പോൾ അതറിയാതെ പോകരുത്. എൻ്റെ സഹോദരങ്ങൾ, ഇത് വെറും ഒരു കഥാപുസ്തകമല്ല, അബ്രഹാമിന്റെ കഥ പറയുന്ന ഒരു പുസ്തകമല്ല, മോശയുടെ കഥ പറയുന്ന ഒരു പുസ്തകമല്ല. ഇത് വളരെ അപ്ഡേറ്റഡ് ആണ്. പരിശുദ്ധ ബൈബിൾ
ചരിത്രം പഠിപ്പിക്കുന്ന ഒരു പുസ്തകമല്ല, എന്നാൽ പരിശുദ്ധ വചനത്തിൽ ചരിത്രമുണ്ട്. ഇത് സയൻസ് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമല്ല, എന്നാൽ കർത്താവിന്റെ വചനത്തിൽ സയൻസ് ഉണ്ട്. ഇത് പ്രവചനങ്ങളെ പറ്റി പറയുന്ന ഒരു പുസ്തകമല്ല, എന്നാൽ പരിശുദ്ധ വചനത്തിൽ പ്രൊഫസീസ്, അനേകം പ്രവചനങ്ങളുണ്ട്. വ്യക്തികളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, ദേശങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, രാജ്യങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, ഈ ലോകത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങൾ അപ്ഡേറ്റായി കർത്താവിന്റെ വചനത്തിലുണ്ട്. ഇതുപോലെ അപ്ഡേറ്റഡ് ആയി മറ്റൊരു പുസ്തകം നമുക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? ഇന്ന് പലരും ചിന്തിക്കുന്നത് ഇത് കാലഹരണപ്പെട്ടു പോയി, ഇത് ചുമ്മാ ഒരു പുസ്തകം അല്ല സഹോദരങ്ങളെ. ഇത് വളരെ അപ്ഡേറ്റഡ് ആണ്, വളരെ അപ്ഡേറ്റഡ് ആണ്. ഇതൊരിക്കലും പഴകുന്നില്ല. പഴകും തോറും ഇതിന്റെ വീര്യവും ഇതിന്റെ ശക്തിയും വർദ്ധിച്ചു വരികയാണ്. ആത്മാവിന്റെ വാൾ, കർത്താവിന്റെ വചനം. ലൂക്കായുടെ സുവിശേഷം 4:1 കർത്താവിന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ വാള് കർത്താവ് ഉപയോഗിച്ചത് പിശാചിനെതിരെ? യേശു പരിശുദ്ധാത്മ നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. എന്തിനെ നയിച്ചത്? 2-ാമത്തെ വചനം. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മ മരുഭൂമിയിലേക്ക് നയിച്ചു. 3-ാം വചനം പറയുകയാണ്, യേശുവിന് വിശന്നു. 40 ദിനരാത്രങ്ങൾ ഈശോ ഉപവസിക്കുകയാണ്. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. നീ നമ്മുടെ വിശപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന് നമുക്ക് ഒരുപാട് വിശപ്പുണ്ട് പ്രിയപ്പെട്ടവരെ. പലർക്കും മദ്യത്തോട് വിശപ്പ്, അനേകർക്ക് സെക്സിനോട്, എന്തുമാത്രം സെക്സ് ചെയ്താലും മതിയാവുന്നില്ല, പോരാ. സെക്സിനോട് വിശപ്പ്, അംഗീകാരത്തോട് വിശപ്പ്, അധികാരത്തോട് വിശപ്പ്, ലോകമോഹങ്ങളോട് വിശപ്പ്, ഈ ലോകത്തിൻ്റെ പ്രഷേഴ്സ്, ഈ ലോകത്തിൻ്റെ നൈമിഷിക സന്തോഷങ്ങൾക്ക് വേണ്ടിയുള്ള വിശപ്പ്. ഇങ്ങനെ അനേകം വിശപ്പുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ നമ്മുടെ വിശപ്പുകൾ യഥാർത്ഥത്തിൽ ശമിപ്പിക്കുവാൻ കർത്താവിന്റെ വചനത്തിനും കർത്താവിന്റെ പരിശുദ്ധ രക്തശരീരങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് യേശു പറഞ്ഞത്, എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്. ഇതുപോലെ കർത്താവിന്റെ വചനം യഥാർത്ഥ ഭക്ഷണമാണ്. നമ്മൾ പിന്നീട് അത് പഠിക്കും. നീ ദൈവപുത്രനാണെങ്കിൽ, പിശാചിന്റെ ഫിലോസഫിയാണ്, ഇഫ് ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിന്നെ കരുതുന്നുണ്ടെങ്കിൽ. കണ്ടു, ഒരു സംശയം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ എന്തുകൊണ്ട് നിനക്ക് ഈ സഹനം? എന്തുകൊണ്ട് നിനക്ക് തകരം? നിനക്ക് മാത്രം എന്താ ഈ പ്രശ്നം? എന്താ നിനക്ക് മാത്രം ഈ രോഗം മാറാത്ത? എന്താ നിനക്ക് മാത്രം ഈ വീട് കിട്ടാത്ത? എന്താ നിനക്ക് മാത്രം കുട്ടികൾ ഇങ്ങനെയായിപ്പോയത്? എന്താ നിന്റെ ജീവിതം ഈ ദുരിതത്തിലായത്? ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഇതുപോലൊരു സംശയം ഇട്ട് കൊടുക്കുകയാണ്. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയാം. ഞാനതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല സഹോദരങ്ങളെ. ഇത് പിശാചിന്റെ ഒരു കൊടും ചതിയായിരുന്നു. എന്ത് നല്ല ഭാഷ പറഞ്ഞ സാത്താൻ വരുന്നത് കർത്താവിന് മനസ്സിലായി. കാരണം കർത്താവിൻ്റെ കയ്യിൽ ആത്മാവിൻ്റെ വാളുണ്ട്. അവൻ ആത്മാവിൻ്റെ വാളാ. യേശു വചനമാണ്, പരിശുദ്ധ വചനമാണ് ഈശോ. സാത്താനെ ചതി മനസ്സിലാക്കിയിട്ട് ഈശോ എന്താ പറഞ്ഞത്? ലൂക്കായുടെ സുവിശേഷം നമുക്ക് കാണാം. 4-ാം വചനത്തിൽ എന്താ ഈശോ പറഞ്ഞത്? യേശു പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്നെഴുതപ്പെട്ടിരിക്കുന്നു. പിന്നെന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ അതിർന്ന് പുറപ്പെടുന്ന ഓരോ ജീവനുള്ള വചസ് കൊണ്ട്, ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അപ്പം കൊണ്ട് മാത്രമല്ല. കണ്ടോ, ആ വാളെടുത്ത് ഒറ്റ വെട്ടുവീഴ്ച കൊടുക്കട്ടു. അപ്പോൾ വാള് കയ്യിലുണ്ടാകണം. പല പ്രലോഭനങ്ങൾ വരും. സ്പിരിറ്റ് ഓഫ് ഫ്ലഷ് വരും, സ്പിരിറ്റ് ഓഫ് പ്രൈഡ്, അതുപോലെ സ്പിരിറ്റ് ഓഫ് നമുക്കൊരു ഡിപ്രഷൻ, സ്പിരിറ്റ് ഓഫ് ലോളിനെസ്, അതുപോലെ തന്നെ മുൻകോപം, പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ, കലഹം, നീരസം, ഇതിൻ്റെ എല്ലാം പുറകിൽ ചില തിന്മയുടെ അരൂപികളുണ്ട് പ്രിയപ്പെട്ടവരെ. ഇത് മനസ്സിലാക്കി വചനമാകുന്ന വാളുകൊണ്ട് വെട്ടി നമ്മൾ കൃപയിൽ മുന്നേറാൻ നമുക്ക് പറ്റണം. വചനത്തിൻ്റെ വാൾ, ആത്മാവിൻ്റെ വാൾ എപ്പോഴും കയ്യിലുണ്ടായിരിക്കണം. ഈശോ പറഞ്ഞ് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. വചനത്തിൻ്റെ പവർ യേശു കാണിച്ചു കൊടുക്കുക. പിശാചിന് മനസ്സിലായി യേശുവിനെ തകർക്കത്ര എളുപ്പമല്ല. അപ്പോൾ അവൻ വചനമായിട്ട് വരികയാണ്.
വചനമായിട്ട് വരിക. അതാണ് വചനം. നിങ്ങൾ ലുക്കായുടെ സുവിശേഷത്തിലോട്ട് വന്നേ. അവിടെ 4-ാം അധ്യായം, ലുക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 5-ാമത്തെ വചനം, 5ഉം 6ഉം വചനങ്ങൾ. പിന്നെ പിശാച് അവനൊരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണം നേരം കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇവയുടെ മേലുള്ള എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം, നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ മതി. കണ്ടോ, കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ, കണ്ണുകൾക്ക് ഇമ്പകരമായ ലോകത്തിൻ്റെ സുഖങ്ങൾ, ലോകത്തിൻ്റെ പ്രതാപങ്ങൾ, ലോകത്തിൻ്റെ നിറവർണ്ണങ്ങൾ, ലോകമോഹങ്ങൾ, ലോകത്തിൻ്റെ ആ നശ്വരമായ മഹത്വം, ഇതെല്ലാം ഈശോയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. കണ്ണിൻ്റെ ദുരാശയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മുടെ ഈ ഐ ഗേറ്റിലൂടെയാണ് അനേകരെ പിശാചെ ആത്മനാശത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 22-23 വചനങ്ങളിൽ നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞത്? കണ്ണാണ് ശരീരത്തിന് വിളക്ക്, കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. 23-ാം വചനം, കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും. അപ്പോൾ കണ്ണ്, ഐ ഗേറ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ശ്രദ്ധിച്ച് നിങ്ങൾ ഇത് കണ്ടോ, ഈ കണ്ണിലോട്ട് നോക്കി. ഈ കണ്ണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ആർത്തിയുള്ള അവയവമാണ് കണ്ണ്. കാണുന്നൊക്കെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം ഇന്ന് അനേക മനുഷ്യ മനസ്സുകളിലേക്ക് പിശാചിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. ഈ ലോകത്തിൻ്റെ നിറങ്ങൾ, വർണ്ണങ്ങൾ, ഇമ്പങ്ങൾ, വ്യക്തികൾ, വസ്തുവകകൾ, ഇതൊക്കെ സ്വന്തമാക്കാനുള്ള വ്യഗ്രതയും ആഗ്രഹവും ഒരുപാട് ജീവിതങ്ങളിൽ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ഇത് വലിയൊരു പ്രലോഭനമാണ്, കണ്ണിൻ്റെ ദുരാശ. ആദ്യം കണ്ടു, അത് ജഡത്തിൻ്റെ, മാംസത്തിൻ്റെ ദുരാശയാണ്. നമ്മുടെ ശരീരത്തെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിശപ്പുകൾ, അതിനെയെല്ലാം കർത്താവ് അതിജീവിച്ച് ആത്മാവിൻ്റെ വാളുകൊണ്ട്, വചനം കൊണ്ടാണ്. ഈശോ പറഞ്ഞു, എന്താ ഈശോ പറഞ്ഞത്? ഈശോയുടെ വാക്യം എന്താണ്? ഈശോ പറഞ്ഞു 8-ാമത്തെ വചനം 4:8. അവിടെ എന്താ പറയുന്നത്? ലൂക്ക 4:8 എന്താ പറയുന്നത്? കർത്താവ് പറയുകയാണ്, യേശു മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിയമാവർത്തന പുസ്തകം 6-ന്റെ 13-ാമത്തെ വചനമാണ് ആ വചനം ഉദ്ധരിച്ച് ആ വചനത്തിന്റെ വാളുകൊണ്ട് വെട്ടുകയാണ്, സാത്താനെ വെട്ടുകയാണ്, ആ പ്രലോഭനത്തെ വെട്ടിവിടുത്തുകയാണ്. കണ്ടോ? അപ്പൊ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഈ കാലഘട്ടത്തിൽ പിശാച് പ്രബലപ്പെട്ടിരിക്കുന്ന ആളുകളിൽ, സഹോദരങ്ങളെ, ആത്മാവിന്റെ വാള് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കരങ്ങളിൽ ഉണ്ടാകണം. ഈ വാളുകൊണ്ട് വെട്ടി നമ്മൾ മുന്നേറി പോകണം. വചനത്തിന്റെ ശക്തിയും വചനത്തിന്റെ അഭിഷേകവും മനസ്സിലാക്കി വചനം നന്നായി ഭക്ഷിക്കണം. നമ്മൾ ഈ ദിവസങ്ങളിൽ കാണും, വചനം നല്ലതുപോലെ ഭക്ഷിക്കണം. നമ്മൾ നിയമാവർത്തനം 6:13 പറയാണ്, ആ വചനാണ് ഈശോ കോട്ടിയത്. എന്താണ് ആ വചനം? നിന്റെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ സേവിക്കുകയും ചെയ്യണം, അവിടുത്തെ നാമത്തിൽ മാത്രമേ സത്യം ചെയ്യാവൂ. വീണ്ടും 3-ാമത്തെ പ്രലോഭനമാണ് ലൂക്കായുടെ സുവിശേഷം. അവിടെ 9-ഉം 10-ഉം വചനങ്ങൾ എന്താ പറയുക? 4-ാം അധ്യായം ജെറുസലേം ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി അതിന് ഏറ്റവും മുകളിൽ നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടാൻ പറഞ്ഞു. സങ്കീർത്തനങ്ങൾ 91 ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞു, നീ താഴേക്ക് ചാടുമ്പോൾ ദൈവത്തിന് ദൂതന്മാർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും എന്നും എഴുതപ്പെട്ടിട്ടില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ച് ഒരു സെക്കൻഡ് ഇങ്ങോട്ട് നോക്കണ്ടോ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ സഹോദരങ്ങളെ, തമാശയ്ക്ക് പോലും കർത്താവിൻ്റെ വചനം പറയാം. ചില ഞാൻ കണ്ടിട്ടുണ്ട്, തമാശ പറയുന്നിടത്ത് അറിയാതെ ഇങ്ങനെ വചനം പറയാം. ഈ പുട്ടിനിങ്ങനെ ഈ നാളികേരത്തിൻ്റെ പീരിങ്ങനെ ഇട്ട് കൊടുക്കുന്ന പോലെ. നോ, ഇത് കർത്താവിൻ്റെ പരിശുദ്ധ വചനമാണ്. ഇത് യേശു തന്നെയാണ്, ജീവിക്കുന്ന ദൈവമാണ് ദൈവത്തിൻ്റെ വചനം. അത് തമാശ പറയാനും സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ചില പൊടിക്കൈകൾ പ്രയോഗിക്കാനും വചനം പ്രയോഗിക്കരുത്. തമാശയായി, കളിവാക്കായി ഒന്നും ദൈവത്തിൻ്റെ വചനം നമ്മൾ ഉപയോഗിക്കരുത് സഹോദരങ്ങളെ. ഇത് പരിശുദ്ധ വചനമാണ്. ശിവൻസിൻ്റെ ഇപ്പോൾ പറയുന്നത്, ഈ വചനത്തെ നീ ആദരിക്കണം. ഈ പരിശുദ്ധ ബൈബിളിൻ്റെ മുകളിൽ ഞാൻ കണ്ടിട്ട് ചില പുസ്തകങ്ങൾ വെക്കുന്നു, അവരുടെ കണ്ണാട വെക്കുന്നു, പേന വെക്കുന്നു, മൊബൈൽ വെക്കുന്നു, മറ്റു പല. അരുത് സഹോദരങ്ങളെ, അത് ദൈവ നിന്ദയാണ് നമ്മൾ കാണിക്കുന്നത്. കാരണം ഇത് ഈശോയാണ്. നമ്മൾ നല്ലതുപോലെ ഇതിനെ ആദരിക്കണം.
നമ്മളിത് നല്ല സ്ഥലത്ത് നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമ്മളിത് വ്യക്തിപരം ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ടേബിളിലൊക്കെ ഇത് പൂജ്യമായി വെക്കണം. ഇതിന് മുകളിൽ ഇങ്ങനെ മൊബൈൽ വെക്കുക, ഇതിന് പോലും പുസ്തകം വെക്കുക, ഇതിന് പോലെ കണ്ണാട വെക്കുക, ഇതിന് പോലെ പേന വെക്കുക. അരുത്. ഇത് ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ്. ഇത് പരിശുദ്ധ വചനമാണ്. കണ്ടോ? അപ്പോൾ വചനം കോട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളിപ്പം മനസ്സിലാക്കണം, വചനം പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. അത് കൃത്യമായിട്ട് കർത്താവിൻ്റെ സഭയുടെ സത്യപ്രബോധനങ്ങളോട് ചേർന്ന് പോകുന്നതായിരിക്കണം. അത് വചനമാണെന്ന് പറഞ്ഞാൽ എല്ലാ വചനത്തിനും പുറകെ പോകരുത്. പിശാച് നല്ലതുപോലെ ഇവിടെ വചനം പറയുകയാണ്. അപ്പോൾ വചനം ആണെന്നും പറഞ്ഞ് എല്ലാ വചനങ്ങളും ഏറ്റെടുക്കരുത്. അത് സഭയുടെ സത്യപ്രബോധനങ്ങളോടും വിശ്വാസ സത്യങ്ങളോടും ചേർന്ന് പോകുന്നതാണ്. നമ്മൾ പരിശോധിക്കണം. ഇവിടെ എന്ത് സംഭവിച്ചു നിങ്ങൾ ശ്രദ്ധിച്ച്. അവിടെ വചനം പറയുകയാണ്, 12-ാമത്തെ വചനം, ലൂക്ക 4:12. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നും ഭയപ്പെട്ടിരിക്കുന്നു. ഇതേതാണ് ഈ വചനം? നിയമാവർത്തനം 6:16 കണ്ടോ? അപ്പോൾ വചനം പറഞ്ഞ ആ വചനത്തിൻ്റെ വാളുകൊണ്ട് വെട്ടി പോവുക കർത്താവ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇതുപോലെ പല പ്രലോഭനങ്ങളും ദുരാശകളും ആസക്തികളൊക്കെ നമ്മൾ വരിഞ്ഞു മുറുക്കുമ്പോൾ നമ്മൾ തളർന്ന് നിരാശപ്പെട്ട് നമ്മൾ അതിനെ അടിമപ്പെട്ടു പോകരുത്. ആത്മാവിൻ്റെ വാളെടുത്ത് വെട്ടി ആ പ്രലോഭനങ്ങൾ അതിജീവിച്ച് മുന്നേറുവാനാണ് സ്വർഗം ഈ അതിസ്വാഭാവിക ആയുധമായ കർത്താവിന്റെ വചനത്തെ എനിക്കും നിങ്ങൾക്കുമായി തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. സർവ്വമുയർത്തി ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ പ്രകാരം വചനത്തിൽ വേരൂന്നി ദൈവവചനത്തെ മുറുകെ പിടിച്ച് പരിശുദ്ധ വചനത്തിൻ്റെ കൃപയിൽ ജീവിക്കുന്ന വിജയികളായവർക്ക്, വിശ്വസ്തരായ ആത്മാക്കൾക്ക് എന്താണ് കർത്താവ് തരുന്ന റിവാർഡ്? വെളിപാട് പുസ്തകം 2:7 ശ്രദ്ധിച്ച്. വെളിപാട് 2:7 പറയുന്നു, എന്താ പറയുന്നത്? ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവനെ ദൈവത്തിന്റെ പറുദീസായിൽ നിന്ന്, ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും. വീണ്ടും 3:21 നിങ്ങൾ ശ്രദ്ധിച്ച്. വെളിപാട് 3:21 അവിടെ എന്താ പരിശുദ്ധ വചനം പറയുന്നത്? ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ഇത് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദാനമാണ്. സഹോദരങ്ങളെ, ഈ സത്യം മനസ്സിലാക്കി ആത്മാവിൻ്റെ വാളായ പരിശുദ്ധ വചനത്തെ മുറുകെ പിടിച്ച് ഈ കാലഘട്ടത്തിൽ കൃപയോടെ ജീവിക്കുവാൻ നമുക്കൊരുങ്ങാം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിൽ, നമ്മുടെ സഭയിൽ, സമൂഹത്തിൽ പരിശുദ്ധ വചനത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് നമുക്ക് വചനത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. തുടർന്ന് വരുന്ന ദിനങ്ങളിലെ അടുത്ത 9 ദിനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഈ ശുശ്രൂഷയിലേക്ക് അനേക മക്കളെ കൂട്ടിക്കൊണ്ടുവരണം. കർത്താവിൻ്റെ പരിശുദ്ധ വചനത്തെ നമ്മൾ ധ്യാനിക്കുകയും വചനത്തിൻ്റെ മർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്ന കൃപയുടെ ദിവസങ്ങളാണ്. ഇവിടെ നയിക്കുന്ന പോസ്റ്ററുകൾ നിങ്ങൾ അനേകർക്ക് അയച്ചു കൊടുക്കുക. അതുപോലെ ഇതിൻ്റെ യൂട്യൂബ് ലിങ്കുകൾ ഇതൊക്കെ അനേകരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഒരു കുടുംബമായി 10,000 ഒരുമിച്ച് നമുക്ക് കടന്നു വന്ന് ഈ സമയത്ത് കർത്താവിൻ്റെ വചനത്തെ ധ്യാനിക്കുവാനായിട്ട് ഒരുങ്ങാം. ഒപ്പം നമ്മുടെ 33 ദിവസം നീണ്ടു നിൽക്കുന്ന വിമല ഹൃദയ പ്രതിഷ്ഠ ശുശ്രൂഷ 9 മുതൽ 9:30 വരെ ഇന്ത്യൻ സമയം ബഹുമാനപ്പെട്ട സിർലച്ച് നയിക്കുന്ന ആ ശുശ്രൂഷയിൽ നിങ്ങൾ ഭക്തിപൂർവ്വം പങ്കെടുത്ത് അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് കൃപയുടെ ജീവിതം നയിക്കുവാൻ നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. ഒരു സെക്കൻഡ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കർത്താവേ, ഈ ആദ്യ ദിനത്തെ ശുശ്രൂഷയോർച്ച് ഞങ്ങൾ നന്ദി പറയുന്നു. അനേക മക്കൾ പ്രാർത്ഥന നിയോഗങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. കർത്താവേ, വചനത്തിൽ വളരുവാൻ, വചനത്തിൻ്റെ അഭിഷേകം സ്വീകരിക്കുവാൻ, കുടുംബങ്ങൾ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ, ഒപ്പം അവരുടെ ഭൗതികമായ നിയോഗങ്ങൾ, മറ്റാത്മീയമായ നന്മകളെല്ലാം കർത്താവെ നീ പ്രദാനം ചെയ്യണമേ. നീ വചനമയച്ച് സുഖപ്പെടുത്തണമേ, വചനമയച്ച് അത്ഭുതങ്ങൾ നടത്തണമേ. കർത്താവ് വചനമയച്ച് വിമോചിപ്പിക്കണമേ, വചനമയച്ച് കെട്ടുകൾ പൊട്ടിക്കണമേ, വചനമയച്ച് മാനസാന്തരങ്ങൾ നൽകണമേ, വചനമയച്ച് തലമുറകളെ വിശുദ്ധീകരിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, വ്യക്തിജീവിതങ്ങളെ അഭിഷേകം ചെയ്യണമേ. എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച്, മക്കളെ സമർപ്പിച്ച്, തലമുറകളെ സമർപ്പിച്ച്, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളെ, നമ്മുടെ സഭയെ സമർപ്പിച്ച് ഇരു കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, ഹൃദയം തുറന്ന് ഒന്നിച്ചൊരൊറ്റ വിളി, യേശുവേ, ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, അങ്ങയുടെ
പരിശുദ്ധ വചനമയച്ച് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. രാജ്യങ്ങളിലേക്ക് വചനം കടന്നു ചെല്ലട്ടെ, ഭൂഖണ്ഡങ്ങളിലേക്ക് ഈ വചനം കടന്നു ചെല്ലട്ടെ, ജനപദങ്ങളിലേക്ക് ഈ വചനം കടന്നു ചെല്ലട്ടെ, ദേശാന്തരങ്ങളിലേക്ക് കർത്താവിന്റെ പരിശുദ്ധ വചനം കടന്നു ചെല്ലട്ടെ. റിലീസ് കർത്താവിന്റെ വചനത്തിന്റെ മാധുര്യം, കർത്താവിന്റെ വചനത്തിന്റെ ശക്തി, കർത്താവിന്റെ വചനത്തിന്റെ അഭിഷേകം, കർത്താവിന്റെ വചനത്തിന്റെ കൃപ ജനലക്ഷങ്ങൾ അനുഭവിക്കുവാൻ ഇടവരുത്തണമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവിന്റെ കരം പിടിച്ചേ ഞാനെന്നും വഴി നടക്കും. തീരുമാനത്തോടെ പറഞ്ഞ് പാടുകേ. കർത്താവിന്റെ കരം പിടിച്ചേ ഞാനെന്നും വഴി നടക്കും. കർത്താവിന്റെ കരം പിടിച്ചേ ഞാനെന്നും വഴി നടക്കും. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ തുറന്നു വരുന്ന സമയങ്ങളിൽ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് നിങ്ങളുടെ നിയോഗങ്ങൾ, ആവശ്യങ്ങളും നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക. നമ്മുടെ മക്കളിൽ, കുടുംബത്തിൽ, നമ്മുടെ തലമുറകളിലൊക്കെ കർത്താവിൻ്റെ വചനം കടന്നു ചെന്ന് അവിടെ സൗഖ്യവും ഡെലിവറൻസും അഭിഷേകവും കൃപയും എല്ലാം ഉണ്ടാകാനുള്ള നമ്മുടെ നിയോഗങ്ങൾ നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം. അതുപോലെ നമ്മുടെ ഈ ലൈവ് സമയത്ത് തന്നെ നിങ്ങൾക്ക് ലൈവായി ഫോൺ ചെയ്ത് ആ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങളുണ്ടായിരിക്കും. ഒരിക്കൽ കൂടെ വ്യക്തിപരമായ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ, കുടുംബ പ്രാർത്ഥനകളിൽ ടീം ഷെക്കേനെ ഓർക്കണം, ഈ ആലയത്തിൻ്റെ ശുശ്രൂഷകരെ ഓർക്കണം, നമ്മുടെ മാധ്യമ ശുശ്രൂഷയെ നിങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം. എല്ലാവരും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ കഴിയുന്നതുപോലെ നിങ്ങൾ സഹായിക്കണം. ശുശ്രൂഷകളിൽ എല്ലാവരും സഹകരിക്കണം. ഒരിക്കൽ കൂടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളിലും ആവശ്യങ്ങളിലും കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും കടന്നു വരട്ടെ. എല്ലാവർക്കും നല്ല രാത്രി ആശംസിക്കുന്നു. എല്ലാവരും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.